വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് വന്നത് മറ്റാരുമായിരുന്നില്ല. അത് എന്റെ പപ്പയായിരുന്നു. ഇത്രയും ദിവസമായി പപ്പ എന്നെ കാണാൻ വരാതിരുന്നതെന്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നെ ആ അവസ്ഥയിൽ കാണാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒന്നും പറയാതെ പപ്പ എന്റെ ബെഡിന്റെ അരികിൽ വന്നിരുന്നു. മുറിയിലാകെ നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "റിയമോളെ, എനിക്കറിയാം നീ ഒരുപാട് തളർന്നിരിക്കുകയാണ്. നിന്റെ ഈ അവസ്ഥ എനിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. സമയമെടുക്കും. പക്ഷേ ചില കാര്യങ്ങൾ ഇനി നിന്നോട് പറയാതിരിക്കാൻ കഴിയില്ല." ഞാൻ പതുക്കെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ രാഹുലിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം എന്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. രാഹുലിന്റെ പപ്പ. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? രാഹുൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അതോ സംഭവിച്ചതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? 1000 ചോദ്യങ്ങൾ എന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. പപ്പ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ ചിലത് ഒരുപക്ഷെ നിനക്കുപോലും അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ ഭയത്തോടെ ചോദിച്ചു, "എന്ത് കാര്യങ്ങളാണ് പപ്പ?" പപ്പ കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. ആ സത്യം പറയാൻ അദ്ദേഹത്തിനു തന്നെ വേദനയുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവസാനം അദ്ദേഹം പറഞ്ഞു, "രാഹുലും നേഹയും ഇന്നലെയോ കഴിഞ്ഞ മാസമോ അല്ല, വളരെ വർഷങ്ങളായി തമ്മിൽ അടുപ്പത്തിലായിരുന്നു." ആ വാക്കുകൾ കേട്ട നിമിഷം എന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ പാഞ്ഞുപോയി. രക്തം മുഴുവൻ ഉറഞ്ഞുപോയതുപോലെ. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ഞാൻ പപ്പയെ നോക്കി. രാഹുലിന്റെ പപ്പ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ രാഹുലും നേഹയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇല്ല. എന്റെ ചുണ്ടുകളിൽ നിന്നറിയാതെ ആ വാക്ക് പുറത്തു വന്നു. അതെങ്ങനെ സാധ്യമാകും പപ്പ? നേഹ, അവൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. പപ്പയുടെ മുഖം കടുത്തു. അവൾ എന്തിന് നിന്നോട് പറയണം മോളെ? ആ ശബ്ദത്തിൽ സങ്കടവും കോപവും ഒരുപോലെ നിറഞ്ഞിരുന്നു. നിന്നെ വഞ്ചിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും സത്യം നിന്റെ മുന്നിൽ വന്ന് പറയില്ല. ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്നെ വഞ്ചിക്കാൻ തീരുമാനിച്ചവർ. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ വിശ്വസിച്ച 2 മനുഷ്യർ. ഒരാൾ എന്റെ ഭർത്താവ്, മറ്റൊരാൾ എന്റെ ബാല്യകാലം മുതൽ കൂടെയുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. അവർ രണ്ടുപേരും ചേർന്ന് എന്റെ ജീവിതം തന്നെ ഒരു വലിയ നുണയുടെ മേൽ പണിതിരുന്നുവെന്ന സത്യം ഞാൻ പതുക്കെ തിരിച്ചറിയുകയായിരുന്നു. അന്നു രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. എന്തുമാത്രം വിഡ്ഢിയായിരുന്നു ഞാനെന്ന് ആ രാത്രി ഞാൻ വീണ്ടും വീണ്ടും സ്വയം ചോദിച്ചു. എന്റെ കണ്ണിനു മുന്നിൽ നടന്ന കാര്യങ്ങൾ ഒന്നുപോലും ഞാൻ കാണാതെ പോയിരുന്നു. എന്റെ വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളിലും നേഹ എന്നോടൊപ്പമുണ്ടായിരുന്നു. എന്റെ ലഹങ്ക തിരഞ്ഞെടുത്തത് അവളായിരുന്നു. എന്റെ മെഹന്തി ഡിസൈനുകൾ സെലക്ട് ചെയ്തതും അവളായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞതും അവളായിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു, അപ്പോഴൊക്കെയും അവൾക്ക് ഒരു സത്യം അറിയാമായിരുന്നു. ഞാൻ ജീവിത പങ്കാളിയാക്കാൻ പോകുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് അവളെയാണെന്ന്. ആ വിവാഹം വെറും ഒരു നാടകമാണെന്നും ഒരു നാൾ അതിന്റെ തിരശീല വീഴുമെന്നും അവൾക്കറിയാമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും അവൾ ഒരിക്കൽ പോലും എന്നെ തടഞ്ഞില്ല. ഒരു മുന്നറിയിപ്പ് പോലും നൽകിയില്ല. ചില മൗനങ്ങൾ വാക്കുകളേക്കാൾ വലിയ വഞ്ചനകളാണ്. അവൾക്ക് എന്നോട് ഇത്രയൊക്കെ വെറുപ്പായിരുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം അവൾക്കൊരു കളിയായിരുന്നു. ഒരുപക്ഷെ എന്റെ വിശ്വാസം തകരുന്നത് കണ്ടാണ് അവൾ സന്തോഷം കണ്ടെത്തിയത്. എന്റെ ജീവിതം പതിയെ തകർന്നു വീഴുന്നത് അവൾ ഒരു കാഴ്ചക്കാരിയെപ്പോലെ നോക്കി നിന്നിരിക്കാം. വിശ്വാസം തകരുമ്പോൾ നഷ്ടമാകുന്നത് ഒരു മനുഷ്യനെയല്ല, സ്വന്തം വിധിയെ വിശ്വസിക്കാനുള്ള ധൈര്യമാണ്. പക്ഷേ ഇന്നും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ അവളോട് എന്ത് തെറ്റാണ് ചെയ്തത്?
ബാല്യം മുതൽ ഞാൻ അവളെ എൻ്റെ സഹോദരിയെപ്പോലെയാണ് കണ്ടത്. എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ആദ്യം പങ്കുവച്ചത് അവളോടായിരുന്നു. എന്നിട്ടും എന്തിനാണ് അവൾ എനിക്ക് ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ചത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് ചിലപ്പോൾ ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം എൻ്റെ മുന്നിൽ ഒരു മല പോലെ ഉയർന്നു നിന്നു. പക്ഷേ ഉത്തരങ്ങൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. കാരണം ചില ചോദ്യങ്ങൾക്ക് സമയം പോലും മറുപടി നൽകാറില്ല. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേദന വഞ്ചിക്കപ്പെട്ടതല്ല, ഒരിക്കൽ ആത്മാവ് പോലെ വിശ്വസിച്ച ആളെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്. അങ്ങനെ ചോദ്യങ്ങളുടെയും കണ്ണീരിൻ്റെയും ഇടയിൽ 2 ആഴ്ചകൾ കടന്നുപോയി. അപ്പോഴാണ് 2 ആഴ്ചകൾക്ക് ശേഷം രാഹുലിൻ്റെ ഫോൺ വന്നത്.